അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഒപ്പം, അതായത് പോലീസ് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്ന പെരുമാറ്റത്തിനാണ് ഒരു ഡി ഐ ജി ആയിരുന്ന, കേരളത്തിലെ ആദ്യത്തെ, അതായത് കിരൺ ബേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായ പോലെ, IPS കാരിയായ പോലെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS കാരിയായിട്ടുള്ള ശ്രീലേഖ IPS അവിടെ ഇരുന്ന് പോടാ പുല്ല് പോലീസ് എന്നൊക്കെ വിളിക്കണം. കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ അതോ കരയണോ അതോ നമ്മളെ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറയുന്ന അവസ്ഥയിലേക്കായിപ്പോയി. ഏത് കാക്കി കൊണ്ടും മറ്റേ അധികാരം കൊണ്ടും തൊപ്പി കൊണ്ടൊന്നും ലാത്തി കൊണ്ടും അധികാരം കൊണ്ടൊന്നും ഞങ്ങൾ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു മുദ്രാക്കും. അല്ല ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്നത് ശരിയാണ്. ശരിക്കും ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും നമുക്ക് കോമൺ സെൻസ് നേടാനാവില്ല അല്ലേ? അതാണ് അതെനിക്ക് പണ്ടേ മനസ്സിലായി. ജേക്കബ് തോമസ്, അൽഫോൺസ് കണ്ണന്താനം, സെൻകുമാർ, ഇപ്പൊ ഈ പറയുന്ന ശ്രീലേഖ. അല്ല, ഇതിൽ പല ആളുകളും നിങ്ങൾ അറിയേണ്ടത് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അവര് ഈ പറയുന്ന മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കാരണം ഇവര് മണ്ടന്മാരായിട്ട് അഭിനയിച്ചുകൊണ്ട്, അതിപ്പോ താങ്കളൊക്കെ ഓർക്കുന്നുണ്ടാവും, മറ്റേ കൊല്ലത്ത് നിന്നുള്ള കൃഷ്ണകുമാറില്ലേ, പഴയ IAS, അദ്ദേഹത്തെ കുറിച്ചാണല്ലോ വിശ്വവിഖ്യാതമായിട്ടുള്ള സിനിമയിൽ അദ്ദേഹത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഉഷാ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ വൈഫിനെയും അദ്ദേഹത്തെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള പല IAS IPS ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ത്യയിൽ IAS ആണെന്ന് പറഞ്ഞാലും IPS ആണെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും കോമൺ സെൻസ് ഈസ് റിയലി അൺകോമൺ ആണ്.